ഇന്നത്തെ ചോദ്യം നോക്കാം. 3 മീറ്റർ നീളമുള്ള പൈപ്പ് രണ്ടായി മുറിച്ചപ്പോൾ ഒന്നാമത്തെ പൈപ്പിന് രണ്ടാമത്തെ പൈപ്പിനേക്കാൾ 46 സെൻറ്റിമീറ്റർ നീളം കൂടുതലായി എങ്കിൽ ഒന്നാമത്തെ പൈപ്പിൻ്റെ നീളം എത്ര? രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ പൈപ്പിൻ്റെ നീളം എത്ര? ഈ ചോദ്യം ഗണിത ക്വിസ് മത്സരങ്ങളിലും സ്കോളർഷിപ്പ് പരീക്ഷകളിലുമൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ്. രണ്ട് സംഖ്യകൾ കൂട്ടിയപ്പോൾ വലിയൊരു സംഖ്യ കിട്ടി, അതുപോലെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒരു സംഖ്യ പറയും, അതിനുശേഷം വലിയ സംഖ്യ ഏത്, ചെറിയ സംഖ്യ ഏത് എന്ന രീതിയിലായിരിക്കും ചോദ്യം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യം മാത്രമേ ഉണ്ടാവൂ, വലിയ സംഖ്യ കണ്ടെത്തുക അല്ലെങ്കിൽ ചെറിയ സംഖ്യ കണ്ടെത്തുക, അങ്ങനെയുള്ള ഒരു ചോദ്യം മാത്രമായിട്ടും ചോദിക്കാറുണ്ട്. ഇവിടെ പൈപ്പിൻ്റെ അളവ്, ആകെയുള്ള അളവ് തന്ന ശേഷം അതിൻ്റെ വ്യത്യാസവും പറയുന്നുണ്ട്. രണ്ട് പൈപ്പുകളായി മുറിച്ച സമയത്ത് ആ പൈപ്പിൻ്റെ നീളം വ്യത്യാസമായിട്ടാണ് പറയുന്നത്. ഇവിടെ അറിയേണ്ടത് ആകെ പൈപ്പിൻ്റെ നീളം 3 മീറ്ററാണ്, പക്ഷേ വ്യത്യാസം തന്നിട്ടുള്ളത് സെൻറ്റിമീറ്ററിലാണ്. 3 മീറ്റർ എന്നാൽ 300 സെൻറ്റിമീറ്ററാണ്. അതാണ് പൈപ്പിൻ്റെ ആകെയുള്ള നീളം. അതുപോലെ ചെറിയ പൈപ്പും വലിയ പൈപ്പും തമ്മിലുള്ള വ്യത്യാസം 46 സെൻറ്റിമീറ്ററാണ്. നമുക്ക് തുകയും കിട്ടി, വ്യത്യാസവും കിട്ടി. ഇനി കാണേണ്ടത് വലിയ സംഖ്യയും ചെറിയ സംഖ്യയുമാണ് കാണേണ്ടത്. വലിയ സംഖ്യ എന്നാൽ വലിയ പൈപ്പിൻ്റെ നീളമാണ്, ചെറിയ സംഖ്യ എന്നാൽ ചെറിയ പൈപ്പിൻ്റെ നീളമാണ്. ഇവിടെ ചെയ്യേണ്ടത്, വലിയ പൈപ്പിന് 46 സെൻറ്റിമീറ്റർ നീളം കൂടുതൽ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പൈപ്പിനും അതേ നീളത്തിൽ എത്തിക്കാൻ വേണ്ടി ഈ ആകെ സംഖ്യയോടൊപ്പം ആ പൈപ്പിൻ്റെ നീളം, കൂടുതലായിട്ടുള്ള നീളം ചെറിയ പൈപ്പിന് കൂടി കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 300-നൊപ്പം 46 കൂട്ടുന്ന സമയത്ത് നമുക്ക് 346 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അവിടെ രണ്ട് പൈപ്പുകളും തുല്യമായി, ചെറിയ പൈപ്പും വലിയ പൈപ്പും ഒരേ അളവ് എന്ന രീതിയിലാണ് നമ്മൾ അവിടെ കൂട്ടി യോജിപ്പിക്കുന്നത്. പിന്നീട് 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ പൈപ്പിൻ്റെ നീളമാണ് കിട്ടുന്നത്. അപ്പോൾ 300-നെ 46 കൂട്ടുന്ന സമയത്ത് നമുക്ക് 346 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. അതിനെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് 173 സെൻറ്റിമീറ്ററാണ് വലിയ പൈപ്പിൻ്റെ നീളമെന്ന് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ചെറിയ പൈപ്പിൻ്റെ നീളം കണ്ടെത്താൻ വലിയ പൈപ്പിൻ്റെ നീളം കണ്ടെത്തി അത് ആകെയുള്ള പൈപ്പിൻ്റെ നീളത്തിൽ നിന്ന് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ സംഖ്യയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ പൈപ്പിൻ്റെ നീളമാണ് ചോദിക്കുന്നതെങ്കിൽ ചെറിയ പൈപ്പിൻ്റെ നീളത്തിനൊപ്പം വലിയ പൈപ്പും എത്തിക്കാൻ വേണ്ടി അധികമായിട്ടുള്ള, വലിയ പൈപ്പിന് അധികമായിട്ടുള്ള നീളം 46 സെൻറ്റിമീറ്ററാണ്. അത് കുറയ്ക്കുന്ന സമയത്ത് രണ്ട് പൈപ്പുകളും ചെറിയ പൈപ്പുകളായി മാറി. അല്ലെങ്കിൽ 300-ൽ നിന്ന് 46 കുറയ്ക്കുന്ന സമയത്ത് രണ്ട് ചെറിയ പൈപ്പിൻ്റെ അളവാണ് നമുക്ക് കിട്ടുന്നത്. 300-ൽ നിന്ന് 46 കുറയ്ക്കുമ്പോൾ 254 ഉത്തരമായി കിട്ടുന്നത്. അതിനെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 127 സെൻറ്റിമീറ്ററാണ് ചെറിയ പൈപ്പിൻ്റെ നീളം.